ഒരിക്കലും അല്ലല്ലോ. ഇത് വളരെ നിർഭാഗ്യകരമായി പോയി. കാരണം ഇതൊരു വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് CPM-നും DYFIക്കും ഉണ്ടാകാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മുടെ മുൻ മുഖ്യമന്ത്രി വലിയൊരു ഇഷ്യൂലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അപകടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാർട്ടിയും DYFIയും കൂടി ചേർന്ന് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, അവരുടെ പാർട്ടിയിൽ തന്നെ പിണറായി വിജയൻ സാറിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റികളിലും അത് വളരെ പ്രകടമായി നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഒപ്പീനിയൻസ് തുറന്ന് പറയുന്നുണ്ട്. അല്ല, ഇതേവരെ നമ്മൾ കാണാത്ത ഒരു CPM-ൻ്റെ പ്രകടനങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം ഒരു ചീഫ് മിനിസ്റ്റർ, അത് പിണറായി വിജയനെ പോലെയുള്ള സർവശക്തനായ ഒരു മനുഷ്യനെതിരായിട്ട് അവരുടെ പാർട്ടിയിൽ തന്നെ ഒരുപാട് വിവിധ ഒപ്പോസിഷൻസ് ഉണ്ടാവുക, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ആവരുത് എന്ന് പറയുക. അപ്പോൾ ഒരു സർവശക്തനായ ഒരു മനുഷ്യനെ അങ്ങനെ, അപ്പോൾ ആ ഒരു ശക്തനായ ഒരു മനുഷ്യൻ്റെ ബലഹീനത കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഇത് CPM-ഉം DYFIയും ഒത്തു കളിച്ചിട്ട് പിണറായി വിജയന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യില്ലല്ലോ. കാരണം വളരെ സ്വതന്ത്രമായിട്ട്, വളരെ സൂപ്പറായിട്ട്, വളരെ സീനിയറായിട്ടുള്ള റെസ്പോൺസിബിളായിട്ടുള്ള ED പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ ഇവിടെ വന്നിട്ട് അവർ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതും കൂടി അനുവദിക്കാതെ അവർക്കെതിരായിട്ട് വലിയൊരു സൈന്യം വന്നുകൊണ്ട് അവർ ബലമായിട്ട് ശാരീരികമായ ആക്രമണങ്ങൾ നടത്തുന്ന കാണുമ്പോൾ അത് മലയാളികൾക്ക് വളരെ അപമാനകരമാണത്. ഓൾറെഡി നമ്മൾ അപമാനിക്കപ്പെട്ട ഒരു സമൂഹമാണ് മലയാളികൾ, ഒരു അടിമകളാണ് നമ്മളൊക്കെ. കാരണം നാണക്കേടാണ്, നമ്മുടെ ആത്മാഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ DYFIയുടെയും CPM-ൻ്റെ ഒക്കെ ഈ പ്രവർത്തനം. അതായത് സാധാരണ ജനങ്ങളെക്കാൾ ഏറെ അതിനെ ബാധിക്കുന്നത് ഏറ്റവും ഇന്നലത്തെ പ്രശ്നം, ഇന്നലത്തെ അവരുടെ ആക്രമണം ശരിക്കും പിണറായി വിജയനെതിരായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അവരും ചെയ്യില്ലല്ലോ. കാരണം പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സൂത്രമാണ് ഇവരൊക്കെ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.